വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. ദ 3 Ls ഓഫ് എംപവർമെൻറ്റ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ്. നമുക്കത് നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് വിഷ് ചെയ്തുകൊണ്ടാണ് സ്പീച്ച് ആരംഭിക്കുന്നത്. ആദ്യം തന്നെ ഫ്രണ്ട്സിനോടൊപ്പവും കിൻഡ്രഡ് സ്പിരിറ്റ്സിനോടൊപ്പവും നിൽക്കുന്നതിൻ്റെ സന്തോഷം അറിയിക്കുന്നുണ്ട്. ഇവിടെ കിൻഡ്രഡ് സ്പിരിറ്റ്സ് എന്നതുകൊണ്ട് കുടുംബത്തെ അല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ള എല്ലാവരും കൂടി ഒത്തുചേർന്നിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം അറിയിച്ചുകൊണ്ടാണ് കേട്ടോ സ്പീച്ച് ആരംഭിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ പുതിയ രീതിയിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ സൊല്യൂഷൻസാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രശ്നമാണ് വളരെ സ്പീഡിൽ റാപ്പിഡായി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേൾഡിൽ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വേൾഡിലുള്ള സ്ത്രീകളുടെ എക്കണോമിക് റോൾ, സ്ത്രീകളുടെ സാമ്പത്തികമായ റോൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ഈ സ്പീച്ചിൽ പറയുന്നത്. എന്നാൽ ഇന്ന് സ്ത്രീകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ശരിയായ പൊട്ടൻഷ്യൽ, അവരുടെ ശരിയായ കഴിവ് പുറത്തെടുക്കുന്നതിൽ നിന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് പറയുന്നു. ഹ്യൂജ് കോസ്റ്റ് നൽകേണ്ടി വരും. ചില കൺട്രികളിൽ പെർ ക്യാപിറ്റ ഇൻകം, ഓരോ ആളുകളും സമ്പാദിക്കുന്ന ഇൻകം അല്ലേ, അവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ പിന്നിലാണ്. കാര്യം എന്താണ്? സ്ത്രീകൾക്ക് തുല്യ അവകാശം, തുല്യ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ്. കാരണം മുഴുവൻ വേൾഡ് പോപ്പുലേഷൻ എടുത്താലും അതിൽ ഹാഫോളം വരുന്നത് സ്ത്രീകളാണ്, പകുതിയും വരുന്നത് സ്ത്രീകളാണ്. എന്നാൽ അവർക്ക് സാമ്പത്തികമായ ഇടപാടുകളിലോ 50%-ലും വളരെ താഴെയാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ ഒരു പിക്ചർ, ഈ ഒരു അവസ്ഥ മാറ്റാൻ വേണ്ടി എല്ലാവരും കൂടി ഒന്നിച്ച് പരിശ്രമിക്കണം. അതിനുവേണ്ടി സ്ത്രീകൾക്ക് അവസരങ്ങളുടെ ആ ഒരു ഡോർ, ആ ഒരു വാതിൽ തുറന്നു കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ളത് ആ അവസരങ്ങൾ എന്ന് പറയുന്നത് 3 Lകളാണ് എന്നാണ് പറയുന്നത്. 3 Ls ഓഫ് എംപവർമെൻറ്റ്, ശാക്തീകരണത്തിൻ്റെ 3 Lകൾ. അതിൽ ആദ്യത്തെ L ലേണിങ്ങിനെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ L ലേബർ, 3 ലീഡർഷിപ്പ്. 3 Lകളാണ്. ആദ്യത്തേത് ലേണിംഗ് അഥവാ എന്താണ്? വിദ്യാഭ്യാസം. ഏതൊരു ചേഞ്ചും ഏതൊരു മാറ്റവും ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ തറ അഥവാ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. ഒഴിവാക്കലിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയണമെങ്കിൽ സ്ത്രീകൾക്ക് എന്ത് വേണം? വിദ്യാഭ്യാസം വേണം. ഇത് ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ആയ ഒരു വേൾഡിലാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്ഡ് ആയ ഒരു കൺട്രി അല്ല, ഡെവലപ്പിംഗ് ആയ കൺട്രിയാണ്, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഒരു രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആവശ്യം ഉള്ളത്. ഇവിടെ ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ല് പറഞ്ഞു വെക്കുന്നു ഇതോടൊപ്പം. ആ ആഫ്രിക്കൻ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്: ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ യു ട്രെയിൻ എ മാൻ, നിങ്ങൾ ഒരു പുരുഷനെയാണ് ട്രെയിൻ ചെയ്യുന്നത്. എന്നാൽ ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, എന്നാൽ നിങ്ങളൊരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങൾ വിദ്യാഭ്യാസം നൽകുന്നത് ഒരു വില്ലേജിനാണ്, ഗ്രാമത്തിന് മുഴുവനാണ്, അല്ലെങ്കിൽ ഒരു കൺട്രിക്ക് മുഴുവനാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ലേണിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പെങ്കിൽ രണ്ടാമത്തെ എന്താണ്? ലേബർ. പഠിച്ചാൽ മാത്രം പോരാ അല്ലേ, ജോലി ചെയ്യണം. ഈ ജോലി വഴി സ്ത്രീകൾക്ക്, വിമന് ഫ്ലറിഷ് ചെയ്യാൻ എന്ന് വെച്ചാൽ എന്താ? വളരാൻ, അവരുടെ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ മുഴുവൻ പൊട്ടൻഷ്യലും അവരുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നു. അറ്റ് പ്രസൻറ്റ്, ഇപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പല പ്രശ്നങ്ങളുണ്ട് അല്ലേ അവർക്ക്. അതിലൊരു പ്രശ്നമാണ് ലോ പേയിങ്, തുച്ഛമായ വേതനമാണ് കിട്ടുന്നത്. രണ്ടാമത് ലോ സ്റ്റേറ്റസ്, സ്ത്രീക്കും പുരുഷനും ഒരേ റെസ്പെക്റ്റാണ് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അല്ലേ. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ടോ സ്ത്രീകൾക്ക്? ഇല്ല, അത് വളരെ കുറവാണ്. ലോകത്തിൽ മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരേ എഡ്യൂക്കേഷനുള്ള ഒരു സ്ത്രീയും പുരുഷനും ഒരേ ഫീൽഡിൽ ഒരേ ജോലിയാണ് ചെയ്യുന്നത് എങ്കിലും 75% മാത്രമേ സ്ത്രീകൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബേസിക് ആയ ഒരു തീരുമാനം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. ഈ അടുത്ത് നടന്ന ഒരുപാട് പഠനങ്ങൾ പറയുന്നു ഈ ജെൻഡർ ഗ്യാപ്പിലെ സ്ത്രീ പുരുഷൻ എന്ന ആ ഒരു ഗ്യാപ്പ് അത് എലിമിനേറ്റ് ചെയ്താൽ, അത് പൂർണ്ണമായും കളഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പെർ ക്യാപിറ്റ ഇൻകം, ഒരു രാജ്യത്ത് ഒരാൾ സമ്പാദിക്കുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത് വളരെയേറെ കൂടും എന്ന് പറയുന്നു. നമുക്ക് തന്നെ സ്ത്രീകളുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ കഴിയും. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിയമങ്ങളിൽ മാറ്റമുണ്ടാകണം. നമുക്കറിയാം, സ്വത്ത് ഭാഗം വയ്ക്കുമ്പോഴൊക്കെ അല്ലേ, വസ്തുവും സ്വത്തും ഭാഗം ചെയ്യുന്ന സമയത്ത് സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ, എല്ലാവർക്കും തുല്യ അവകാശം നൽകുക. ഇത് മാത്രം പോരാ, സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് പോളിസീസ് കൊണ്ടുവരണം. കൂടാതെ സ്ത്രീകളുടെ ഹെൽത്ത് കെയറിന് വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുമുള്ള ഒരുപാട് പോളിസികൾ കൊണ്ടുവന്നേ തീരും.
സ്ത്രീകൾക്ക് സാമ്പത്തികമായ ഒരു ഇൻഡിപെൻഡൻസ് വരണം അല്ലേ, മറ്റൊരാളിൽ സാമ്പത്തികമായി ആശ്രയിക്കാൻ അവർക്ക് അവസരം ഉണ്ടാവാതെ ഇരിക്കണം. പൈസയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു എക്കണോമിക് ഇൻഡിപെൻഡൻസ് സ്ത്രീകൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ലേണിങ്ങും ലേബറും, പഠനവും ജോലിയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 കീ ഫാക്ടേഴ്സ് എന്ന് പറയാം. എന്നാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? 3 L's ഓഫ് എംപവർമെൻ്റ് ആണ് അല്ലേ. 3 എല്ലുകളുണ്ട്. മൂന്നാമത്തെ എല്ലാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ, നേതൃത്വം നൽകാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞാൽ മാത്രമേ അവളുടെ ഉള്ളിലുള്ള എല്ലാ കഴിവുകളും പുറത്തെടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലേ. ചില കാര്യങ്ങളിൽ ആണുങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ പെൺകുട്ടികളാണ് ഒരു പടി മുന്നിൽ എന്ന് നമുക്ക് പറയാം. എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാവരോടും അലിവോടെ കാര്യങ്ങൾ ചെയ്യാൻ, ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയോടെ കാര്യങ്ങൾ ചെയ്യാൻ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് മാത്രമല്ല, എന്നേക്കുമുള്ള പല കാര്യങ്ങളുടെയും നിലനിൽപ്പ് കൺസിഡർ ചെയ്തുകൊണ്ട്, അത് കണക്കിലെടുത്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഒരു പടി മുന്നിൽ സ്ത്രീ തന്നെയാണെന്ന് നമുക്ക് പറയാം. എന്നാൽ വേറൊരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. എന്താണ്? ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ചില സമയങ്ങളിലൊക്കെ കോൺഫിഡൻസ് കുറവാണ് എന്ന് പറയാം. ആ ഒരു കോമ്പീറ്റൻസിൽ എന്താണെങ്കിലും ചില സമയങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് കോൺഫിഡൻസ് കുറവാണ് എന്ന് പറയാം. അതിനെന്താണ് ആദ്യം ചെയ്യേണ്ടത്? അവരുടെ ഈ മനസ്ഥിതി തന്നെ ആദ്യം മാറ്റുക അല്ലേ. കാര്യങ്ങൾ അവരുടെ ഫേവറിലേക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ, റിസ്ക് എടുക്കാൻ, അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ സ്ത്രീകൾക്ക് കഴിയണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വന്നാലും റിസ്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാലും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർക്ക് വിജയിക്കണമെങ്കിൽ പോകുന്ന വഴിയിൽ അവർ ബാരിയേഴ്സ്, തടസ്സങ്ങളെ ഫേസ് ചെയ്തേ പറ്റൂ. അതിപ്പോൾ പെൺകുട്ടികൾക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, ഒരു എക്സിക്യൂട്ടീവ് പൊസിഷൻ ഒരു ബിസിനസ്സിൽ കിട്ടുന്ന കാര്യത്തിനാണെങ്കിലും, അത് ഏത് കാര്യത്തിലാണെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുൻവിധികളോ തടസ്സങ്ങളോ ഇല്ലാത്ത ഒരു ലോകം സ്ത്രീകൾക്കായി നിർമ്മിക്കപ്പെടുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകം ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ബെനഫിറ്റ്സ് റീപ്പ് ചെയ്യും, കൊയ്യും അല്ലേ. ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനഫിറ്റ്സ്. ലോകം അതിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ കൊയ്തെടുക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ 3 എല്ലുകളായിരിക്കും. 3 L's ആണ് എന്ന് പറയുന്നു. അവസാനം ഇഫ് യു ഡെയർ ദ ഡിഫറൻസ് വിൽ ഡെയർ. ഈ മാറ്റങ്ങളെ എതിരിടാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് സക്സസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ സ്പീച്ച് വഴി. താങ്ക് യു.